ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗനിലും വന്ദനയിലും ഞാൻ കാണുന്നത് നമ്മളെ തന്നെയാണ് ചന്ദ്രു. മാധവനും ചന്ദ്രികയും അവരും നമ്മളെ പോലെ ജീവിക്കട്ടെ. രാജീവ് മേനോന്റെ ആക്സിഡന്റ് കേസ് ഒരു മർഡർ ആണോ എന്നുള്ള സംശയം ബലപ്പെട്ടപ്പോ തന്നെ വിനു പിടിയിലായി. കുറ്റവും സമ്മതിച്ചു. പക്ഷെ അയാളാണ് കുറ്റം ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ പോലെ ഒരാളെ വിലക്കെടുത്ത് പ്രതിയായി തന്നിട്ട് പിന്നിൽ നിന്ന് ആരോ നമ്മളെ പൊട്ടം കളിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. കേസിന്റെ പുനരന്വേഷണത്തിന് വന്നിരിക്കുന്നത് ACP വൈകാമാടമാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതോടെ അവർക്ക് ഇരിക്കപ്രതി ഇല്ലാതായി കാണും. എന്തായാലും ഈ കേസിൽ പ്രതികളായി സംശയിക്കണമെങ്കിൽ ആരെ വേണേലും സംശയിക്കാം. ഈ അപകടവുമായി ബന്ധപ്പെട്ട് മാധവൻ നായരുടെ കുടുംബത്തെയും സംശയിക്കാൻ വകയുണ്ട്. ഇതാരാ? ജഗനോ? കുടുംബസമേതാണല്ലോ. ഹലോ. കുടിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട മേഡം. എന്നാ നമുക്ക് പുറത്തുപോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിയാം. DMO കാൻഡിയുടെ വക ഒരു സ്പെഷ്യൽ ഐസ്ക്രീം വാങ്ങിത്തരാം. എന്താ പറയുന്നു? ജഗനെന്താ ഒരു വിഷമം? കാര്യം പറ ജഗൻ. ഞാൻ വന്നത് ആ ആക്സിഡന്റ് കേസിലെ ചില തെളിവുകൾ തരാനാ. ആ ആക്സിഡന്റ് കേസിൽ വിനുവേട്ടൻ നിരപരാധിയാണ്. രാജീവ് മേനോനുമായിട്ടുള്ള വന്ദനയുടെ കല്യാണ ദിവസമാണല്ലോ ആക്സിഡന്റ് നടന്നത്. കല്യാണ സമയത്ത് വിനുവേട്ടൻ ഓഡിറ്റോറിയത്തിലായിരുന്നു. അത് തെളിയിക്കുന്ന വീഡിയോസിന്റെ പെൻഡ്രൈവാണത്. രാജീവ് മേനോന്റെ ആക്സിഡന്റ് സമയവും ഇതും നോക്കിയാൽ ഇടിച്ചിരുന്ന വണ്ടി ഓടിച്ചിരുന്നത് വിനുവേട്ടനല്ലാന്ന് മനസ്സിലാവും. കേസ് അന്വേഷണം ഒരു റോങ് ഡിറക്ഷനിലേക്കാണ് പോകുന്നതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട എവിഡൻസ് ആണ് ജഗൻ ഇപ്പൊ കൊണ്ട് തന്നത്. താങ്ക് യു. രാജീവ് മേനോന്റെ മരണത്തിന് അതിന് കാരണക്കാരനായ കൊലയാളി